പാൽപ്പായസം എന്ന് കേൾക്കുമ്പോഴേ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. കണ്ണൻ്റെ സ്വന്തം അമ്പലപ്പുഴ. പാൽപ്പായസത്തിൻ്റെ മാധുര്യത്തിനൊപ്പം വികസനത്തിൻ്റെ മാധുരവും നുകരുകയാണ് ഇപ്പോൾ അമ്പലപ്പുഴ നിയോജകമണ്ഡലം. നവകേരളം നവമുന്നേറ്റത്തിലൂടെ അടയാളപ്പെടുത്താം അമ്പലപ്പുഴയുടെ വികസന മുന്നേറ്റം. നഗരവും ഗ്രാമങ്ങളും കൂടിച്ചേരുന്ന അമ്പലപ്പുഴ പേര് സൂചിപ്പിക്കുന്നത് പോലെ പക്ഷേ പൂർണ്ണമായും ക്ഷേത്രഭൂമികയല്ല. പൗരാണിക പ്രൗഢിയുടെ പാരമ്പര്യം പേറി നാനാജാതി മതസ്ഥർ സാഹോദര്യത്തോടെ ഇവിടെ വാഴുന്നു. 1965 അമ്പലപ്പുഴ മണ്ഡലം രൂപീകൃതമായത്. പുറക്കാട്, അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക്, പുന്നപ്ര തെക്ക്, പുന്നപ്ര വടക്ക് എന്നീ പഞ്ചായത്തുകളും അമ്പലപ്പുഴ നഗരസഭയുടെ തെക്കൻ മേഖലയിലെ 25 വാർഡുകളും ചേർന്നതാണ് അമ്പലപ്പുഴ മണ്ഡലം. മത്സ്യത്തൊഴിലാളികളും കർഷകരും കയർ കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന അടിസ്ഥാന വർഗമാണ് അമ്പലപ്പുഴയുടെ പതാകവാഹകർ. CPIM-ലെ H. സലാമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഒരു കാലത്തോടും സാമ്യപ്പെടുത്താൻ കഴിയാത്ത വികസന പുരോഗതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ശക്തമായി നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഈ നാട് സാധാരണ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശമാണ്. അങ്ങനെയുള്ള പ്രദേശത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്, വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന്, ആരോഗ്യരംഗത്തെ വികസനത്തിനെല്ലാം വലിയ തോതിലുള്ള പണം മുടക്കുവാൻ കിബി പദ്ധതികൾ വഴി അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞിരിക്കുന്നു. നിശ്ചയമായും കേരളത്തിലെ പിണറായി സർക്കാരിനോട് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ കടപ്പാട് എല്ലാ സന്ദർഭത്തിലും രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഈ നാടിൻ്റെ വികസന പുരോഗതി ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമായതിനാൽ ആരോഗ്യ മേഖലയിലാണ് കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യമുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങിയതാണ് ഏറെ പ്രധാനപ്പെട്ട വികസന നേട്ടങ്ങളിൽ ഒന്ന്. മണ്ഡലത്തിലെ മറ്റൊരു പ്രധാന ആരോഗ്യ കേന്ദ്രമായ ആലപ്പുഴ ജില്ലാ ജനറൽ ആശുപത്രിയിൽ 117 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം തുടങ്ങിയ OP സമുച്ചയം വികസന വഴിയിലെ മറ്റൊരു നാഴികക്കല്ലാണ്. ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒന്ന് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി രൂപ മുടക്കിയിട്ടാണ് കിബി പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. ആ പദ്ധതിയിൽപ്പെടുത്തി പുതിയ ഓവർഹെഡ് ടാങ്കുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട കുടിവെള്ള വിതരണ ലൈനുകൾ അത് പുതിയത് സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതിയും ഇപ്പോൾ ടെൻഡർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ സംഖ്യയാണ്. ആലപ്പുഴ നഗരത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 211 കോടി മുടക്കിയുള്ള ഒരു വലിയ പദ്ധതിയാണ് ആലപ്പുഴയിലെ ജനങ്ങൾക്കായി കിബി വഴി സംസ്ഥാന ഗവൺമെൻറ് സാധ്യമാക്കിയിട്ടുള്ളത്. ഗതാഗത മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൽ 100 കിലോമീറ്ററിലധികം റോഡുകൾ BMBC നിലവാരത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കുട്ടനാടുമായി ഭൂപ്രകൃതിയിൽ സാമ്യമുള്ള ഭാഗങ്ങളിൽ
അനുയോജ്യമായ തരത്തിലാണ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. റോഡ് വികസന രംഗത്ത് കരുമാടി കൊട്ടാരവളവ് ബൈപ്പാസ് നിർമ്മാണമാണ് പ്രധാന പദ്ധതി. 90 കോടി രൂപ ചെലവഴിച്ചുള്ള ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 25 കോടി രൂപയുടെ 20 പുതിയ റോഡുകളും ഗ്രാമീണ റോഡുകളും 25 കോടി രൂപ ചെലവഴിച്ചുള്ള നഗര റോഡുകളും നിർമ്മാണഘട്ടത്തിലാണ്. ദേശീയപാത 66ന്റെ വികസനം പൂർത്തിയാകുന്നതോടെ മറ്റിടങ്ങളിലേതുപോലെ അമ്പലപ്പുഴയുടെയും മുഖച്ഛായ തന്നെ മാറും. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി അടിപ്പാതകളും ഉയരപ്പാതകളും നിർമ്മിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് ചിലയിടങ്ങളിൽ കൂടി അടിപ്പാത നിർമ്മിക്കുന്ന കാര്യം ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിലാണ്. സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റെയ്ഡ് പാലമായ തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയെയും ദേശീയപാത 66നെയും ബന്ധിപ്പിച്ച് പക്ഷിച്ചിറകിന്റെ ആകൃതിയിൽ നിർമ്മിച്ച പാലം സസ്പെൻഷൻ പാലത്തിന്റെയും സാധാരണ പാലങ്ങളുടെയും സംയോജിത രൂപമാണ്. ദേശീയ ജലപാതയിൽ ലീഡിംഗ് ചാനലിന് കുറുകെ കൊട്ടാരവളവ് കടത്തിനു സമീപം ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 60 കോടി 73 ലക്ഷം രൂപയ്ക്കാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ആലപ്പുഴ നഗരം പുരാതനമായൊരു നഗരമാണ്. ആ നഗരത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആലപ്പുഴ ജില്ലാ കോടതി പാലം. ആലപ്പുഴ നഗരത്തിൻ്റെ കനാലുകളുടെയും മറ്റ് റോഡുകളുടെയും സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകാതെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഏറ്റവും മികച്ച നിലയിൽ താഴെയും മുകളിലും കൂടെ വാഹനം ഓടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഡിസൈനാണ് അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി അതിന് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏറെ പഴക്കം ചെന്ന ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ് അസൗകര്യങ്ങളുടെ ഒരു നടുവിലായിരുന്നു. ആ KSRTCക്ക് പുതിയ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണം കിബി വകയിരുത്തുകയും അതിൻ്റെ നടപടി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഏറ്റവും നൂതനമായ സൗകര്യത്തോടു കൂടി KSRTC മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാൻ കഴിയും. പുറക്കാട് പഞ്ചായത്ത് കിഴക്കൻ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് നാലുചിറ പാലം. കേരളത്തിലെ ഏറ്റവും നൂതനമായൊരു ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടാണ് നാലുചിറ പാലം ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കുള്ള നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാലുചിറ പാലം അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. ആലപ്പുഴ നഗരവും കൈനഗിരി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൈനഗിരി ഔട്ട് പോസ്റ്റ് പാലം 53 കോടി മുടക്കി നിർമ്മിക്കുന്ന പാലമാണ്. അതിൻ്റെ DPR അന്തിമ ഘട്ടത്തിലായി. 2 കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു യാത്രാ മാർഗമായി ദേശീയ ജലപാതയ്ക്ക് മേലെ കൂടെ ഇത് സാധ്യമാവുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അമ്പലപ്പുഴയിലെ സ്ഥാപനങ്ങൾ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചവയാണ്. വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും പഠന സംവിധാനങ്ങളും ഉന്നത പഠന നിലവാരവും എടുത്തു പറയേണ്ടതാണ്. തോട്ടപ്പള്ളി നാലുചിറ സ്കൂൾ, അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്കൂൾ, കാക്കാഴം സ്കൂൾ, നീർക്കുന്നം SDV സ്കൂൾ, പറവൂർ സ്കൂൾ, ആലപ്പുഴ മുഹമ്മദൻസ് ബോയ്സ് ഗേൾസ് സ്കൂളുകൾ എന്നിവിടങ്ങളിൽ കോടികൾ ചെലവഴിച്ചുള്ള കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുകയും നിർമ്മാണഘട്ടത്തിലുമാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 56 കോടി രൂപ മുടക്കിയിട്ടാണ് 36 സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിലെ പറവൂർ സ്കൂള്, ഗവൺമെൻറ് മൂവ്മെൻറ്റ് സ്കൂള്, നീർക്കുന്നം SDV UPS ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ കിബിയുടെ പണം മുടക്കിയുള്ള ബഹുനില മന്ദിരങ്ങൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലാണ്.
അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ പശ്ചാത്തല ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വികസന മുന്നേറ്റം അവസാനിക്കുന്നില്ല. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുമുണ്ട്. അമ്പലപ്പുഴ തീരം ദീർഘമായ കടലോരമുള്ള പ്രദേശമാണ്. കടലാക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായി അമ്പലപ്പുഴ തീരത്ത് കിഫ്ബി പണം മുടക്കി പുലിമുട്ടുകൾ 32 നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളതിപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. ജനതയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവരെ സഹായിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റാണ് കിഫ്ബി പദ്ധതി വഴി അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. റോഡുകളും കാനകളും പാലങ്ങളുമൊക്കെ ഒരു ജനതയുടെ ജീവിത നിലവാരം തന്നെ നിശ്ചയിക്കുന്ന പുതിയ കാലത്ത് അമ്പലപ്പുഴയും മാറുകയാണ്. നവകേരളത്തിൻ്റെ നവമുന്നേറ്റത്തിൽ അമ്പലപ്പുഴ എന്ന പേരും ഇനി എഴുതി ചേർക്കാം. സ്വപ്ന പദ്ധതികൾ ഉൾപ്പെടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ അഭിമാനത്തിലാണ് അരൂർ നിയോജകമണ്ഡലം. എല്ലാ മേഖലയിലും ഉണ്ടായ വികസന പ്രവർത്തനത്തിലൂടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയായിരിക്കുകയാണ് അരൂർ മണ്ഡലം. മണ്ഡലത്തിലെ വികസന നേർക്കാഴ്ച നവകേരളം നവമുന്നേറ്റത്തിലൂടെ. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് അരൂർ. അരൂക്കുറ്റി, അരൂർ, ചേനമ്പള്ളിപ്പുറം, എഴുപുന്ന, കോടംതുരുത്ത, കുത്തിയതോട്, പനമ്പള്ളി, പെരുമ്പളം, തൈക്കാട്ടുശ്ശേരി, തുറവൂർ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് അരൂർ നിയോജകമണ്ഡലം. തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന മണ്ഡലം വികസന കാര്യത്തിൽ പിന്നോക്കമായിരുന്നു. എന്നാൽ ഇന്ന് അഭിമാനിക്കാവുന്ന നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. സംസ്ഥാന ഒട്ടുക്ക് കിഫ്ബിയുടെ വൻ പ്രോജക്റ്റുകൾ നടപ്പിലാകുന്നുണ്ട്. വലിയ ആശ്വാസമാണ് നമ്മുടെ കൊച്ചു കേരളത്തിന് കിഫ്ബി വഴി നടപ്പിലാകുന്ന നമ്മളുടെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ആശ്വാസമാണ്. നമുക്ക് അതിൻ്റെ ഫണ്ട് വിനിയോഗങ്ങളെല്ലാം നമുക്ക് കിഫ്ബി വഴി വരുന്നത് കൊണ്ട് നമുക്ക് വലിയ ആശ്വാസമാണ്. അപ്പോൾ സംസ്ഥാനം ഒട്ടുക്ക് കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ വൻ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒട്ടനവധി പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണിത്, ഒരു പാലം എന്നുള്ളത്. ഇനി തുറവൂർ ആശുപത്രിയുണ്ട്. അത് 1500ഓളം OP ഉള്ള ആശുപത്രിയാണ്. അത് താലൂക്ക് ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രിക്ക് 6 നിലകളുള്ള ഒരു കെട്ടിടമാണ് താലൂക്ക് ആശുപത്രി. ഏകദേശം 51 കോടിയോളമാണ് അതിൻ്റെ ആ പ്രോജക്റ്റ്. ഇത് 100 കോടിയുടെ പ്രോജക്റ്റാണ്. 100 കോടി 106 കോടിയോളം ഇതിന് വരും, ഈ പ്രോജക്റ്റിന് വരും. പിന്നെ നെടുമ്പറക്കാട് വിളക്കുമരം പാലം, അതിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡുകൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി. അതും ഏകദേശം ജനുവരിയിൽ തന്നെ അതും ഉദ്ഘാടനം ചെയ്യപ്പെടും. മണ്ഡലത്തിൽ നിർമ്മാണം പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന പെരുമ്പളം പാലമാണ് അതിൽ ഏറ്റവും വലുത്. 10,000-ഓളം വരുന്ന ജനങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് പാലം പരിഹാരമാകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ പാലം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 100 കോടിയാണ് നിർമ്മാണ ചെലവ്. ഞാനിവിടെ നമ്മുടെ കിഫ്ബി വഴി നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെരുമ്പളം ദ്വീപിലേക്കുള്ള
ഈ വലിയ പാലത്തിൽ ആണ് നിൽക്കുന്നത്. ഇതിന് കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ്, ഏറ്റവും ദൈർഘ്യമുള്ള ഒരു പാലമാണ്. കേവലം പെരുമ്പളം ദ്വീപിലെ ഒരു 10,000-ഓളം കുടുംബങ്ങൾക്ക് യാത്രാ സൗകര്യം മുടങ്ങിയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്ന് വള്ളത്തിലും ബോട്ടുകളിലുമാണ് അവർ യാത്ര ചെയ്തത്. വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് പെരുമ്പളം ദ്വീപിലുണ്ടായിരുന്നത്. അവരുടെ കുട്ടികൾ സഹിതം സ്കൂളുകളിൽ പോകാനും പഠിക്കുവാനും പിന്നെ മറ്റ് ജോലി സാധ്യതകൾക്ക് പോകണമെങ്കിലും എറണാകുളത്തേക്ക് പോകണമെങ്കിലും മറ്റ് അരുക്കുറ്റി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി ഈ ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. ഏകദേശം 1.25 കിലോമീറ്ററോളം നീളമാണ് ഈ പാലത്തിന് ഉള്ളത്. പക്ഷേ 12 അടി നീളം വീതിയും ഉണ്ടാവും. അത്രയും വീതിയും ഇത്രയും കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ നടുക്ക് ഇതിന് എന്താണ് പറയുക ഏകദേശം നടുക്ക് എത്തിയിട്ടില്ല. അത്രയും നീളമുള്ള പാലമാണ്. ഈ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ദ്വീപുവാസികളെ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാനായിട്ട് സമൂഹത്തിലേക്ക്, അതായത് കുറേ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് അവരെ അടുപ്പിച്ചു നിർത്തുവാൻ, അവർ നിത്യം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ അടുപ്പിച്ചു നിർത്തുവാൻ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത ഒരു വലിയ തീരുമാനമായിരുന്നു ഈ പാലം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2016 ഇതിന് കല്ലിട്ടതെങ്കിലും പക്ഷേ കോടതി നിയമങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തടസ്സപ്പെട്ട് കിടന്നു. ആദ്യമെടുത്ത ഒരുപക്ഷെ ഊരാളുങ്കൽ സൊസൈറ്റി അല്ല ആദ്യം എടുത്തവർ തമ്മിലുള്ള ചെറിയ പ്രശ്നത്തിൽ അത് കോടതി വഴി പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് തടസ്സം ഉണ്ടായത്. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം മാറി നമ്മുടെ ഗവൺമെൻറ് ഭരണത്തിലേറിയതിന് ശേഷം 2021 ഇതിന് തുടക്കം കുറിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് നിരവധി സ്കൂൾ കെട്ടിടങ്ങൾ, ആരോഗ്യ മേഖലയുടെ വികസനം തുടങ്ങിയവയും എടുത്തു പറയേണ്ടതാണ്. ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ നമ്മളെ തളിയാപറമ്പ് സ്കൂള് വലിയ പ്രോജക്റ്റായി, അതും വലിയ പ്രോജക്റ്റാണ്. ചന്ദ്രൂർ ഗവൺമെൻറ് സ്കൂള് 5 കോടിയുടേത്, അത് വലിയ പ്രോജക്റ്റാണ്. അങ്ങനെ കിഫ്ബി വഴി നിരവധി പ്രോജക്റ്റുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. തീരദേശ മേഖലയിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന തുറവൂർ താലൂക്ക് ആശുപത്രി അത്യാധുനിക നിലവാരത്തിലാണ് ഉയർത്തിയിരിക്കുന്നത്. 51 കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി കെട്ടിടത്തിന്റെ വികസനം. തുറവൂർ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ചെറിയൊരു ഷെഡ് പോലെയുള്ള ഒരു ആശുപത്രിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉച്ചവരേ ഉള്ളൂ. അത് അവിടെ ഇരിക്കുവാനും ഡോക്ടേഴ്സിൻ്റെ അവർക്ക് പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഒരു ഉച്ചവരെയൊക്കെ കിട്ടുകയുള്ളായിരുന്നു. അത് ഞാൻ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് 1500ഓളം OP ഉള്ള ഒരു ആശുപത്രിയാണ്. അവിടെ 15 ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. അത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പ്രതി 100ഓളം നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ 6 നിലകളുള്ള കെട്ടിടം കിഫ്ബി വഴി നമ്മൾ പൂർത്തിയാക്കി. ഇപ്പോൾ ജനുവരിയോടുകൂടെ അതും നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിലകൊള്ളുകയാണ്.
അരൂര്, എഴുപുന്ന, കുത്തിയതോട്, കോടംതുരുത്ത്, തുറവൂര്, പട്ടണക്കാട് എന്നുള്ള ഗ്രാമങ്ങളിലുള്ള നിവാസികളെല്ലാം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശുപത്രി തന്നെയാണ് തുറവൂർ ആശുപത്രി. അപ്പോൾ നിർധനരായിട്ടുള്ള മനുഷ്യർക്ക് ഉള്ള ആശുപത്രിയാണ്. എന്തെല്ലാം അതും പിന്നെ ദേശീയപാത 66 സൈഡിൽ തന്നെ നിലകൊള്ളുന്ന ആശുപത്രിയാണ്. പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായാലും പെട്ടെന്ന് രോഗികളെയും കൊണ്ട് പ്രവേശിക്കുന്ന, പെട്ടെന്ന് അതായത് നാഷണൽ ഹൈവേയുടെ അരിയിൽ തന്നെയുള്ള ആശുപത്രി ആയതുകൊണ്ട് രോഗികളെയുമായിട്ട് പെട്ടെന്ന് വിശ്വാസത്തോടെ പ്രവേശിക്കുന്ന ഒരു ആശുപത്രിയാണ് ജനങ്ങൾ. ആക്സിഡൻ്റ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇപ്പോൾ എറണാകുളത്തുള്ള ഡയാലിസിസ് പേഷ്യൻറ്റുകൾ പോലും ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ പിന്നെ ബുക്ക് ചെയ്തിട്ട് അവർ അവിടെ ഡയാലിസിസ് എന്ന് വെച്ചാൽ പണമില്ലാതെയാണല്ലോ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു താങ്ങും തണലുമായിട്ട് നിലകൊള്ളുന്ന ആശുപത്രിയാണ്. എത്ര വന്നാലും ഈ 6 നില കെട്ടിടം പൂർത്തിയാകുന്നതനുസരിച്ച് നമുക്ക് ആ ആശുപത്രിയുടെ വലിയ വളർച്ചയാണ്. പിന്നെ അതിന് സഹായമായിട്ട് നിലകൊണ്ട കിഫ്ബിക്ക് എന്താ പറയുക, ഈ ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ അഭിമാനത്തോടെയാണ് കിഫ്ബിയുടെ നേട്ടങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത്. വളരെ ആശ്വാസം ആണ്. എന്നും നന്ദിയോടുകൂടെ സ്മരിക്കുവാൻ നമുക്ക് സാധിക്കും. കാർഷിക മേഖല, റോഡുകൾ, തീരദേശ മേഖല തുടങ്ങി മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുടെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം നമ്മളെ കൊച്ചു കേരളത്തിൽ നിരന്തരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ സംസ്ഥാനമാണ് ഈ കേരളം. ആ നിരന്തരം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും ഫണ്ട് വിനിയോഗത്തിൽ നമ്മൾ പിടിച്ചു നിന്നത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വഴിയാണ്. കിഫ്ബിയാണ് മുന്നിട്ട് നമുക്ക് സഹായമായിട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അതൊരു വലിയ താങ്ങായിട്ട് മാറി. ഏതായാലും അഭിമാനത്തോടുകൂടെ തന്നെ ഈ നേട്ടങ്ങളെ നമുക്ക് വിലയിരുത്താൻ ജനങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ വികസന നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കിഫ്ബി എടുത്ത ആ ഒരു നിലപാട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും എന്താ പറയുക, ഈ നാടിനെ വളർത്തുവാനായിട്ട്, പ്രത്യേകിച്ച് ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശീയർ വളരെ ഇതുപോലെയുള്ള ദ്വീപസമൂഹങ്ങളിലേക്കൊക്കെ വിദേശികൾ, ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കൊച്ചു കേരളം. അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നെറുകയിലെത്തുന്നതാണ്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് കിഫ്ബി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അരൂരും നവകേരളം നവമുന്നേറ്റത്തിൻ്റെ ഭാഗമാവുകയാണ്.